അതിപ്പോൾ ഞങ്ങളിപ്പോൾ മൃഗസംരക്ഷണ സമിതി കൂടെ ആകാൻ പോവുക. ഇതിനെ രക്ഷിക്കണ്ടേ, ഇക്കോളജി സംരക്ഷിക്കണ്ടേ. അതുകൊണ്ട് അവരുടെ പാതയിൽ ഇവിടെ വന്ന് ഞങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ താമസിക്കുന്നു. അവരും വരുന്നു, ഞങ്ങൾ ഇവിടെ ഇടപഴകി ജീവിക്കുന്നു. ജനങ്ങൾ പറയുന്നത് വന്യമൃഗ ശല്യം വളരെ രൂക്ഷമാണ്, അവർക്ക് ഭയമുണ്ട് എന്നാണ്. ജീവിക്കാൻ പറ്റൂ, ഇവരെ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കാൻ പറ്റൂ. അതിനുള്ള ശാശ്വതമായ പരിഹാരമൊന്നും ഉടനെ ഒന്നും ആരും പ്രതീക്ഷിക്കണ്ട. ഇപ്പോൾ കടുവ കിണറ്റിലാണ് വീണത്, ആരെങ്കിലും പിടിക്കുകയായിരുന്നെങ്കിലോ? പിടിക്കുവായിരുന്നെ ചത്തുപോകും, പിടിക്കുവാന്നെ ചത്തുപോകും. വകുപ്പ് ഇക്കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? വനം വകുപ്പ് ചെയ്യേണ്ട, അവർ ഇന്നസെൻസ് ആണ്. അവർക്ക് എപ്പോഴും ഭയാശങ്കയോടുകൂടി നടക്കാൻ പറ്റത്തുള്ളൂ. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ നല്ലത് ഇപ്പോൾ അവർ നോക്കണ്ടേ. അതുകൊണ്ട് ഈ ജീവികളിലൂടെ വേണം, ഒന്നീ ഇക്കോളജി വേണം. അത് ഇതിനെ ഒഴിവാക്കി നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതിനൊരു നിയമമുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്താ? ജനവാസ മേഖലയിലേക്ക് കടുവ ഇറങ്ങുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ട് പരിഭ്രാന്തരാകില്ലേ? ജനവാസ മേഖലയെന്നൊന്നുമില്ല. പത്രം വായിക്കാൻ അതിനറിയത്തില്ലല്ലോ. പത്രം വായനയൊന്നും അതിനില്ലല്ലോ, ജനവാസ മേഖലയൊന്നും. അതുകൊണ്ട് ഈ വന്യജീവികളും വേണം, മനുഷ്യരും വേണം. അതെങ്ങനെ സന്തുലനപ്പെട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ച് പാവം പിടിച്ച ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ചുമ്മാതെ അവർക്ക് ഒരുപാട് ത്യാഗം, ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒരുപാട് ത്യാഗം, പൊതുപ്രവർത്തക ത്യാഗം. ഇവർ വേണോ വേണ്ടായോ? ഇവർ നമ്മളുള്ള ലോകമാണ് ഈ ലോകം. അതാണ് സന്തുലനം, അതാണ് ഇക്കോളജി.